നമസ്കാരം. ഇന്ത്യയിൽ തന്നെ വാർത്തകൾ ഏറ്റവും കൂടുതൽ കാണുകയും അത് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന സമൂഹം കേരളമാണ്. വാർത്തകളോട് അത്രയും വേഗത്തിൽ പ്രതികരിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളെ ഈ വാർത്താ ലോകത്തു നിന്നും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സമീപകാലത്തായി അതിവേഗം മലയാളികൾക്കിടയിൽ വളർന്ന സെലിബ്രിറ്റി മാധ്യമ പ്രവർത്തകരുണ്ട്. ഇവരുടെ കൂടുവിട്ടുള്ള കൂടുമാറ്റം വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നതുമാണ്. ഈ കൂടുമാറ്റങ്ങൾക്കൊപ്പം കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ശമ്പളപ്പോരും മുറുകുകയാണ്. പ്രമുഖ ചാനൽ അവതാരകരെ വൻതുക വാഗ്ദാനം ചെയ്ത് പുതിയ ചാനലുകൾ റാഞ്ചുന്നതോടെ മാധ്യമപ്രവർത്തകരുടെ വിപണി മൂല്യം കുതിച്ചുവരികയാണ്. പുതിയതായി സംപ്രേഷണം ആരംഭിക്കാനിരിക്കുന്ന ബിഗ് ടിവി ഉയർത്തുന്ന വെല്ലുവിളിയാണ് നിലവിലെ ചാനൽ മാനേജ്മെന്റുകളെ പ്രതിരോധത്തിലാക്കുന്നതും. റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് രാജിവെച്ച സുജയ പാർവതി 10 ലക്ഷം രൂപ മാസ ശമ്പളത്തിലാണ് ബിഗ് ടിവിയിൽ ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതാ മാധ്യമ പ്രവർത്തകയായി സുജയ മാറും. റിപ്പോർട്ടർ ടിവിയിൽ തിളങ്ങി നിന്ന മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിന്നാണ് സുജയ പാർവതി പടിയിറങ്ങിയത്. അനിൽ അയിരൂർ നേതൃത്വം നൽകുന്ന ചാനൽ മറ്റ് ചാനലുകളിലെ വമ്പന്മാരെ ലക്ഷ്യമിട്ട് മുന്നോട്ടു പോവുകയാണ്. അതേസമയം മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ മുഖമായ അവതാരക മാധുവും 24 ന്യൂസിലെ ഹാഷ്മി താജുദ്ദീനും ചാനൽ മാറ്റത്തിന്റെ പാതയിലാണെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തിന്റെ പല മടങ്ങ് വർധനവാണ് ഇവർക്ക് മുന്നിലുള്ള വാഗ്ദാനം. മാധുവിനെ സ്വന്തമാക്കാൻ റിപ്പോർട്ടർ ടിവിയും ബിഗ് ടിവിയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. വൻ ഓഫറുകൾക്ക് മുന്നിൽ മാധു നിലവിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണെന്ന സൂചനയുണ്ട്. ഹാഷ്മിക്ക് മുന്നിലും വലിയ ഓഫറുകളുണ്ട്. നിലവിൽ ചാനൽ ഉടമ കൂടിയായ 24 ന്യൂസ് MD ശ്രീകണ്ഠൻ നായരാണ് ശമ്പള കാര്യത്തിൽ റെക്കോർഡിട്ടിരിക്കുന്നത്. പിന്നാലെ ഉണ്ടായിരുന്നത് ഡോക്ടർ അരുൺകുമാറാണ്. 10 ലക്ഷം രൂപയാണ് അരുൺകുമാറിന്റെ മാസശമ്പളമെന്നാണ് പുറത്തുവരുന്ന വിവരം. IT മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതിന് സമാനമായ വേതന പാക്കേജുകളാണ് ഇപ്പോൾ മലയാളം ദൃശ്യമാധ്യമ രംഗത്തും നടപ്പിലാകുന്നത്. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിലെത്തുന്ന ബിഗ് ടിവി ഇതിനോടകം തന്നെ 80-ലധികം മാധ്യമ പ്രവർത്തകരെ വിവിധ ചാനലുകളിൽ നിന്നായി റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞു. വേണു ബാലകൃഷ്ണൻ, ലക്ഷ്മി പത്മ, അപർണ കുറുപ്പ് തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന വൻ നിരയാണ് പുതിയ ചാനലിനായി അണിനിരക്കുന്നത്. റിപ്പോർട്ടർ ടിവി വിപണിയിലേക്ക് എത്തിയതോടെയാണ് ചാനൽ രംഗത്ത് വലിയ ശമ്പളം നൽകി ആളെ പിടിക്കുന്ന രീതി ആരംഭിച്ചത്. ഇത് മറ്റ് ചാനലുകളിലും ശമ്പള വർധനവിന് കാരണമായി. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ബിഗ് ടിവി എന്ന പുതിയ ചാനൽ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്യുകയാണ്. ഒരു ചാനൽ പ്രവർത്തിപ്പിക്കാൻ മാസം 2.5 മുതൽ 3.5 കോടി രൂപ വരെ ചിലവ് വരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോൾ പല പ്രമുഖ ചാനലുകളും ഇപ്പോഴും സാമ്പത്തിക നഷ്ടത്തിലാണ്. ചാനൽ പ്രവർത്തകർക്ക് സുവർണകാലമാണെങ്കിലും പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ കടുത്ത തൊഴിൽ പ്രതിസന്ധിയും ശമ്പളക്കുറവും നേരിടുന്നുണ്ട്. മാധ്യമം ദിനപത്രത്തിന്റെ കൊച്ചി യൂണിറ്റ് പൂർണ്ണമായും അടയ്ക്കുന്ന അവസ്ഥയുണ്ട്. മലയാളം അച്ചടി മാധ്യമരംഗം കടുത്ത പ്രതിസന്ധിയിൽ ഉഴറുമ്പോൾ ദൃശ്യമാധ്യമ രംഗത്ത് കഴിവ് തെളിയിച്ചവർക്ക് സുവർണകാലം തന്നെയാണ് ഇപ്പോൾ.